എത്ര 20 ആൺകുട്ടികളെങ്ങാണ്ടേ ഉള്ളൂ, 80 പേരെങ്ങാണ്ടാന്ന് തോന്നുന്നു ക്ലാസ്സില്. ആ അപ്പൊ 20 ആൺകുട്ടികളെ ഉള്ളതില് ഇത്രയും കുട്ടികൾ ഇവനോട് മിണ്ടൂല. ഓ ഇവൻ ക്ലാസ്സിൽ ഇരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ആ ബെഞ്ചിൽ ഇരിക്കാതിരിക്കാൻ ഇവന്മാര് തള്ളുവോ അതും ഇതൊക്കെ ചെയ്യാന്ന്. ഓ അത് ശരി. പെൺകുട്ടികളാ ഇവനോട് മിണ്ടുള്ളൂ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ നിതിൻ രാജ് എന്ന 1-ാം വർഷ BDS വിദ്യാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ മെയിൻ സ്ട്രീം ചാനലുകൾ വഴി നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ജാതിക്കൊല എന്നാണ് പല മെയിൻ സ്ട്രീം ചാനലുകളും വിശേഷിപ്പിക്കുന്നത് നിതിൻ രാജിൻ്റെ മരണത്തെ. എന്നാൽ ഇതിനെ വെറും ഒരു ജാതിക്കൊലയായി അങ്ങോട്ട് കണക്കാക്കി തള്ളിക്കളയാൻ ഞാൻ നിൽക്കുന്നില്ല. അതിൻ്റെ മെയിൻ ഒരു കാരണം ശീതലിസം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, ശീതളി ചേച്ചിയുടെ. നിങ്ങളിൽ എത്ര പേര് ചേച്ചിയുടെ ചാനൽ ഫോളോ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ ചാനലിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീഡിയോ വന്നു. ഈ നിതിൻ രാജിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ അവർ ശീതളി ചേച്ചിയെ കോണ്ടാക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ജാതിയുടെ പേരും പറഞ്ഞ് മാത്രമുള്ള ഒരു ഉപദ്രവമൊന്നും അല്ലായിരുന്നു ആ പയ്യനെ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ നിറം, അതൊക്കെ ആർക്കൊക്കെയോ വലിയ പ്രശ്നമായിരുന്നു അവിടെ. മനസ്സിലായോ? ജാതി മാത്രമല്ലായിരുന്നു, നിറം, അതെടുത്തു പറയണം. അതിവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ അങ്ങോട്ട് പറയുന്നില്ല ഒരു പരിധിയിൽ കൂടുതൽ. എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ജാതിയെ മാത്രം പിടിച്ച് കിടന്നാലേ ഇത് കത്തുള്ളൂ എന്ന് കരുതിയിട്ടാണോ അവരങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലിൻ്റെ ഒരു വാർത്തയും എടുത്ത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച് സംസാരിക്കാൻ നിൽക്കുന്നില്ല. മറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ശീതളി ചേച്ചിയുടെ ചാനലിൽ ആ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിതിൻ രാജിൻ്റെ കൂടെ തന്നെ 1-ാം വർഷ BDS വിദ്യാർത്ഥിയായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ, അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചു പോകും. ആ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അത് കേൾക്കാം, അവർ പറയുന്ന കാര്യങ്ങൾ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ ഏകദേശം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്കറിയാം നമ്മുടെ സിദ്ധാർത്ഥൻ മരിച്ചത്, അവനെ അവൻ്റെ സീനിയേഴ്സാണ് ഇല്ലാതാക്കിയെങ്കിൽ ഇവിടെയും സീനിയേഴ്സിൻ്റെ കളിയുണ്ട്. നിതിൻ രാജ് ഇല്ലാതെയാകാൻ സീനിയേഴ്സ് നല്ല രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ സീനിയേഴ്സിനെ കാട്ടിലുമുപരി ആ പയ്യനെ ദ്രോഹിച്ചത് അവൻ്റെ അധ്യാപകരായിരുന്നു എന്നറിയുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധ്യാപകന്മാരോട് എന്നും ബഹുമാനമുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ ഇന്ന് കോളേജുകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലുമുള്ള അധ്യാപകന്മാരെ കാണുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു, വാഴ, കണ്ടവർക്കറിയാം, അതിനകത്തൊരു അധ്യാപകനുണ്ട്. ഒരു നിമിഷം ആ അധ്യാപകൻ്റെ നേരെ കൈവെക്കുന്ന വിദ്യാർത്ഥിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമയിൽ. അതുപോലെയാണ്, കൈവെക്കാൻ തോന്നിപ്പോകും. അതുപോലത്തെ തെമ്മാടിത്തരം, അല്ലെങ്കിൽ ശരിക്കുള്ള നമ്മുടെ സമൂഹത്തിൽ അതിനെക്കാട്ടിലും വലിയ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളാണ് പല അധ്യാപകന്മാരും. എല്ലാവരെയും ഞാൻ അടിച്ചങ്ങോട്ട് ആക്ഷേപിക്കുന്നില്ല, നല്ലവരായ അധ്യാപകർ ഇന്നുമുണ്ട്. പക്ഷേ ഭൂരിഭാഗവും ഇതുപോലത്തെ തെമ്മാടികൾ ആണെന്നാണ് ഇപ്പോൾ തോന്നിപ്പോകുന്നത്. എന്താണെങ്കിലും ആ സ്കൂളിലെ അധ്യാപകരെയും സീനിയർ വിദ്യാർത്ഥികളെയും ഒക്കെ പറ്റി ഈ ഒരു അമ്മ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്റെ മോളും പഠിക്കുന്ന അവിടെ തന്നെയാണ്, ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ. അവളും ഫസ്റ്റ് ഇയർ തന്നെ. ഇവിടെ ക്ലാസ് പിടിച്ച കുട്ടി തന്നെയാണ് മരിച്ചത്. അപ്പൊ അവനെ മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ആണല്ലേ? ടോർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സഹിച്ചു. മോള് പറഞ്ഞിട്ടുണ്ടോ ഈ വിവരമൊക്കെ വീട്ടില്? പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഇങ്ങനെ ചെയ്യാനുണ്ടായ വിഷയം? എന്താണ് ലാസ്റ്റ് ആയിട്ട് ചെയ്യാനുണ്ടായ വിഷയം എന്താന്ന് അറിയത്തില്ല. ഇവൻ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. അത്യാവശ്യം നല്ലോണം ക്ലാസ്സിലെ ആൺകുട്ടികളിൽ തന്നെ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. പിന്നെ സീനിയേഴ്സ് ആയിട്ട് എന്തോ റാഗിങ് ഒക്കെ ആയിരുന്നു ആദ്യം ബോയ്സ് ഹോസ്റ്റലില്. ഭയങ്കര റാഗിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൻ പ്രതികരിച്ചു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് സീനിയേഴ്സ് പറഞ്ഞു ഇവന്റെ ഫ്രണ്ട്സിനോട് ആരോടും ഇവനോട് മിണ്ടരുതെന്ന്. അങ്ങനെ ഇവര് എത്ര 20 ആൺകുട്ടികളെങ്ങാണ്ടേ ഉള്ളൂ, 80 പേരെങ്ങാണ്ടാന്ന് തോന്നുന്നു ക്ലാസ്സില്. അപ്പൊ 20 ആൺകുട്ടികളെ ഉള്ളതില് ഇത്രയും കുട്ടികൾ ഇവനോട് മിണ്ടൂല. ഇവൻ ക്ലാസ്സിൽ ഇരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ ആ ബെഞ്ചിൽ ഇരിക്കാതിരിക്കാൻ ഇവന്മാര് തള്ളുവോ അതും ഇതൊക്കെ ചെയ്യാന്ന്. പെൺകുട്ടികളാ ഇവനോട് മിണ്ടുള്ളൂ. ആദ്യത്തെ ഒരു കാര്യം,
സീനിയേഴ്സും അവൻ്റെ അധ്യാപകൻ, ഇവരെയാണ് മെയിൻലി നമ്മുടെ മെയിൻ സ്ട്രീം ചാനലുകാർ കുറ്റം പറയുന്നത്. പക്ഷെ അത് മാത്രമല്ല, അവൻ്റെ കൂടെ പഠിച്ച നിതിൻ രാജ് എന്ന് പറയുന്ന ആ പയ്യൻ്റെ കൂടെ പഠിച്ച ചെറ്റകളായ സഹപാഠികൾ, അങ്ങനെ തന്നെ പറയണം. അവൻ്റെ സീനിയേഴ്സ് ആണെങ്കിലും അവൻ്റെ അധ്യാപകർ പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഒരു പയ്യനെ 20 പേരേ ഉള്ളൂ ഒരു ക്ലാസ്സിൽ ആൺകുട്ടികൾ, അതിൽ ഒരുത്തനെ മാത്രം ഒതുക്കി നിർത്തിയാൽ അവൻ്റെ മാനസിക നില തന്നെ തെറ്റിപ്പോകത്തില്ലേ? ഇല്ലേ? അവനില്ലാതായതിൽ അവനും കാരണക്കാരാ. ഞാൻ അങ്ങനെ പറയുള്ളൂ. കൂടെ ഉണ്ടായിരുന്നവന്മാർ പോലും കാരണക്കാരാ. അവന്മാർ പോലും സീനിയേഴ്സ് പറയുന്നത് കേട്ട് അവനെ ഒറ്റപ്പെടുത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ബാക്കി കേൾക്കാം. അല്ല, ഇത്രയും കുട്ടികൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കാനുള്ള കാരണം ക്ലാസ്സിലെ സീനിയേഴ്സ് പറഞ്ഞു ഇവനുമായിട്ട് ബന്ധപ്പെട്ട് പോകരുത്. അവര് പേടിച്ചാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ക്ലാസ് റൂമിൽ വരുമ്പോ മിണ്ടാവും, അതും ഇവര് മിണ്ടിയില്ലെന്ന് പറഞ്ഞു. അതാണ് ഞാൻ അങ്ങനെ ഇവൻ സിക്ക് റൂമിലാണ്. പിന്നെ സിക്ക് റൂം ഉണ്ടല്ലോ ഹോസ്പിറ്റലിന്റെ, മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റലിലെ സിക്ക് റൂമിലാണ് ഇവൻ താമസിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഹോസ്റ്റലിലല്ലാന്ന്. അത് ശരി. ഈ ഒരു അധ്യാപകനാണോ ഈ റാം സാർ? മറ്റേ സംഗീത എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തിന്റെ കാര്യം എന്റെ മോക്ക് അറിയില്ല, ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓഫീസിലെ സ്റ്റാഫ് റൂമിൽ പോയിട്ട് അവനെ എന്തോ കർത്തവനോ എന്തൊക്കെയൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടും അവര് നടപടിയൊന്നും എടുത്തില്ലേ? ഇവര് കംപ്ലൈന്റ് ഒരു ദിവസം ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവർക്ക് ഫസ്റ്റ് ഇന്റേണൽ കഴിഞ്ഞതിന് ശേഷം പേരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 25-നാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇവന്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ല. അച്ഛൻ പറയുന്നില്ല കരഞ്ഞ്. അപ്പൊ അവര് വന്നില്ലാത്തോണ്ട് ഇയാള് ഈ റാം സാർ എന്ന് പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം കോളേജിൽ വന്നു. കോളേജിൽ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇവനോട് പറഞ്ഞെന്ന്, നിന്റെ അച്ഛൻ വന്നില്ല, നിന്റെ ഇന്റേണൽ മാർക്ക് CE മാർക്ക് കുറയ്ക്കുമെന്ന്. CE മാർക്ക് കുറയ്ക്കും, നിനക്ക് CE മാർക്ക് തരില്ല, നിന്റെ പേപ്പർ എടുത്തിട്ട് വരാൻ പറഞ്ഞു എന്ന്. ആൻസർ പേപ്പർ. എന്നിട്ട് ആൻസർ പേപ്പർ എടുത്തിട്ട് ഇയാൾ അത് ഫുൾ അവിടെ നിന്ന് വായിച്ചിട്ട് അധിക്ഷേപിക്കുക. അത് ശരി. ക്ലാസ് റൂമിൽ ഈ 80-85 പിള്ളേര് പഠിക്കുന്ന ക്ലാസ് റൂമിൽ നിന്നിട്ട് ഈ കൊച്ചിനെ നിന്നങ്ങ് അധിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. എല്ലാ തരത്തിലും അധിക്ഷേപിച്ചു അതിനെ, നിറത്തിന്റെ പേരിലും. അയാൾക്ക് ബോഡി ഷേമിങ്. ഇവരുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട്, അവള് അത്യാവശ്യം നല്ല തടിയുള്ളതാ. നീ എന്താടി ട്രാൻസ്ജെൻഡർ ആണോ, നീ എന്താ തടിച്ചാണോ, ഇയാൾക്ക് ഇങ്ങനെ ഈ ബോഡി ഷേമിങ് ആണെന്ന് പറഞ്ഞു. പെൺകുട്ടികളൊന്നൊന്നുമില്ല ഇയാൾക്ക്. അപ്പൊ വേറെ ആരും ഇയാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ലേ ഈ ഒരു കുട്ടി? ബാക്കി കേൾപ്പിക്കാം. പറയുന്നത് തെറ്റാണ് എങ്കിലും പറഞ്ഞു പോവുക. ഇങ്ങനെയുള്ള പരനാറികളായിട്ടുള്ള അധ്യാപകന്മാരെ ഒന്നും സഹിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഇവനെയൊക്കെ സാറേ എന്നാ, അമ്മ പോലും ഇപ്പോഴും റാം സാറെന്നാണ് വിളിക്കുന്നത്. ഇവനെ ഒന്നും സാറേ എന്നല്ല വിളിക്കേണ്ടത്, വേറെയാ വിളിക്കേണ്ടത്. അല്ലേ? നിങ്ങൾ പറ, തെറ്റാണോ ഞാൻ ഈ പറയുന്നത്? ഇവനെയൊക്കെ സാറേ എന്ന് വിളിക്കണോ? ഒരു പെൺകുട്ടിയെ, അവൾക്ക് ഇച്ചിരി വെയിറ്റൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ്, അവളെ കാണാൻ ഏത് തരത്തിലാണെന്ന് ഒരു സാർ അങ്ങനെയൊക്കെ പറഞ്ഞ് കൂടുള്ള കുട്ടികൾ ക്ലാസ്മേറ്റ്സ് ചിലപ്പോൾ തമാശയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ ഒരു അധ്യാപകൻ പറയേണ്ട വാക്കാണോ അപ്പൻ്റെ പുന്നാരമോ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ പയ്യൻ്റെ അച്ഛൻ വന്നില്ല എന്നും പറഞ്ഞ് എല്ലാവരുടെയും ഫ്രണ്ടിൽ നിർത്തി അവൻ്റെ ഉത്തരക്കടലാസ് വായിച്ച് അവനെ കളിയാക്കുന്നു. ഒരു പെയിന്റ് പണിക്കാരനാ ആ പാവത്തിൻ്റെ അച്ഛൻ. കഷ്ടപ്പെട്ട ആ മകനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അയാൾക്ക് ചിലപ്പം ജോലിയുള്ളൊരു ദിവസം പോകാൻ പറ്റി കാണത്തില്ല. അതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെ സാറേ എന്ന് വിളിക്കണമെന്ന് ഞാൻ ആരോടും പറയില്ല. മനസ്സിലായോ? ഇതൊക്കെ മെയിൻ സ്ട്രീം ചാനലുകൾ വഴി നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ ഇതിലെങ്കിലും മെയിൻ സ്ട്രീം ചാനൽസിൻ്റെ വീഡിയോ എടുക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ്. കാരണം വ്യക്തമായിട്ടൊരു പെൺകുട്ടിയുടെ അമ്മ, അവിടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ അമ്മ കാര്യങ്ങൾ പറയുന്നു. പോരെ? ഇതിൽ കൂടുതലൊന്നും വേണ്ട. മനസ്സിലായോ? ആ അമ്മയ്ക്കുള്ള ധൈര്യമെങ്കിലും എടാ, അവൻ്റെ കൂടെ പഠിച്ച നാറികളായി നിനക്കൊന്നും ഇല്ലാതായി പോയല്ലോ. അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ നിന്നോടൊക്കെ. നീയൊക്കെ കാണുന്നുണ്ടെങ്കിൽ എത്രയൊക്കെ CE മാർക്ക് അയാൾ തരത്തില്ലെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ അയാൾ ഒറ്റൊരുത്തനാ. ഇല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകർ കൂടെ ഒന്നിച്ചൊരു 10-20 എണ്ണം കാണുമായിരിക്കും. പക്ഷേ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാണ്ടല്ലോ, നിന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പോയി മുറിച്ച് കളഞ്ഞ് വേറെ വല്ല പണിക്കും പോടാന്നേ പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. ബാക്കി കേൾക്കാം. പേടിയാണ്, എല്ലാവർക്കും പേടിയായി അയാളെ. CE മാർക്ക് കുറയ്ക്കും, പിന്നെ നിങ്ങൾ പോയി ചത്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ചാടിച്ചാവുന്നവര് ചാടിച്ചത്തോ ഒരു കുഴപ്പമില്ല, ഇതൊക്കെയാ ഇയാള് പറയുന്നേന്ന്. ഇയാൾക്ക് ഒരു വിഷയം, ഇയാള് നമ്മള് ചന്തയിലുള്ള ആൾക്കാർ അവരെയും പറയരുത്,
അത്രയും തരംതാണ വർത്താനാന്ന് പറഞ്ഞു ഇയാളുടെ വായിന്ന് വരുന്നേ. നിലവാരം ഇല്ലാത്തവനാണല്ലേ. ഉം ഉം. അപ്പൊ ഈ മരണശേഷം എങ്കിലും കുട്ടികള് കൂടെ പഠിച്ച കുട്ടികളൊക്കെ പ്രതികരിച്ചോ? ആരും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ആൺകുട്ടികളൊക്കെ ഇന്നലെ തന്നെ ഹോസ്റ്റൽ ഒഴിഞ്ഞ് സ്ഥലം വിട്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയേണ്ടി വരുമോന്ന് പേടിച്ചായിരിക്കും. ആയിരിക്കും, എല്ലാരും പോയിന്ന്. ഇന്നിപ്പം ഇവര് കുറച്ച് പെൺകുട്ടികളുണ്ട്, ഇവരോട് ഇപ്പൊ നാളെ ഹോസ്റ്റലിൽ വിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് പൊക്കോ, ഇനി വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ് ഉള്ളൂ, അപ്പൊ വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പം മോളൊന്നും പോന്നിട്ടില്ല, അവര് നാളെ രാവിലെ പോരുള്ളൂ. അപ്പൊ ഇന്നിപ്പം ബോഡി ജസ്റ്റ് ഒന്ന് ഇവരെ കാണിച്ചു എന്നാ കുട്ടീന്റെ. അന്നേരം അവന്റെ അളിയനാന്ന് തോന്നുന്നു എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവരോട് പറഞ്ഞെന്ന്, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറ മക്കളെ, ഞങ്ങളുടെ ഈ കുറച്ച് തെളിവൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒന്ന് പറയാനൊക്കെ പറഞ്ഞെന്ന്. കരഞ്ഞുകൊണ്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ പേപ്പർ ഇങ്ങനെ ഇയാള് ഇട്ട് എന്തൊക്കെയോ ഇവനെ കുറെ അപമാനിച്ചു കഴിഞ്ഞപ്പോ ഇവൻ എന്തോ ഐ ഡോണ്ട് ലൈക്ക് എന്തോ ഒരു ഈ കോളേജിന് എന്തോ ഒരു ഇത് കൂട്ടി പറഞ്ഞു എന്ന്. ദേഷ്യം വന്നിട്ട് അത്രയും അപമാനിച്ചു. അന്നേരം അവന് ദേഷ്യം. അപ്പൊ തന്നെ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് നീ വാന്ന് പറഞ്ഞ് ഇയാള് വലിച്ചു പിടിച്ച് കൊണ്ടുപോയിന്ന്. അത് ശരി. ഇതൊക്കെ ഈ വിവരമൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കുട്ടിയും എല്ലാം വീട്ടിൽ. ഞാനിപ്പോ ഇന്നിപ്പോ അവരുടെ അച്ഛനും പെങ്ങളും പറയുന്നത് കേട്ടിട്ട് മൊത്തം ആ കുട്ടി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉള്ള സംഭവം, അത് ഒരിക്കലും ഒരു നുണയല്ല, അത് എല്ലാം ഉള്ള സംഭവം. അത് നമ്മുടെ സിദ്ധാർത്ഥന്റെ സംഭവം പോലെ തന്നെ തോന്നുന്നു. തന്നെ അവിടെ സീനിയേഴ്സാ ചെയ്തെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ഈ ടീച്ചേഴ്സ്. ഇവിടെ ടീച്ചേഴ്സ് മാത്രമല്ല, സീനിയേഴ്സും ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട്, കൂടെ പഠിക്കുന്ന പെൺപിള്ളാരെ വിടൂ, ആമ്പിള്ളാര് പോലും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഇവനൊക്കെ നട്ടലില്ലായിരുന്നോ? സീനിയേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കൂടെ പഠിക്കുന്ന ഒരുത്തരെ തള്ളി നിർത്ത്, മാറ്റി നിർത്ത് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് സംസാരിക്കാൻ ഇവന്റെ ഒന്നും ബാക്കി കേൾക്കാം. പക്ഷെ ഇവിടെ ഇതെല്ലാം ഉണ്ട്, നീ റാഗിങ് ഉണ്ടെന്നുള്ള കാര്യം അവിടെ മെഡിക്കൽ കോളേജിന് മുമ്പിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, അവിടെയുള്ള ഓട്ടോറിക്ഷക്കാർക്ക് പോലും അറിയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. അത്രയ്ക്ക് ഒതുക്കുന്നുണ്ടല്ലേ? അത്രയ്ക്ക് ഒതുക്കമാണ്. മറ്റേ എന്നിട്ട് ഇവനെ ഇന്നിപ്പോ പ്രിൻസിപ്പാൾ വൈകുന്നേരം പറഞ്ഞു അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ പരാതി കിട്ടി. ഇവൻ തന്നെ എന്നിട്ട് ഇയാള് വലിച്ചു പുറത്തിറക്കി കൊണ്ടുപോയി. എന്നിട്ട് ഇയാൾക്ക് പ്രിൻസിപ്പാള് ആ മനുഷ്യൻ ഇപ്പൊ പുതിയതായിട്ട് വന്നതാ, 3 മാസമായുള്ളൂ. പഴയ പ്രിൻസിപ്പാള് ഈ റാം സാറിന്റെ വാക്ക് കേട്ട് എല്ലാം തുള്ളുന്നയാളായിരുന്നു. അങ്ങനെയാ സീനിയേഴ്സ് പറഞ്ഞു. ഇവരും ചെന്നിട്ട് ഇപ്പൊ 3-5 മാസം 5-6 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇവർക്ക് കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പൊ ഇയാള് വന്നത് നല്ല ഡീസന്റ് ആന്ന് പറഞ്ഞു ഇപ്പൊ ഉള്ള പ്രിൻസിപ്പാള്. അപ്പൊ എന്നിട്ട് ഇവൻ നേരിട്ട് എന്ന് പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്തു, ഇങ്ങനെ ഇന്ന പോലെയാണ് സംഭവം, സാർ എന്നെ ഭയങ്കരമായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ വന്ന ഒരു 1-1.5 ആഴ്ചത്തേക്ക് ഒരു കുഴപ്പമില്ല, ഡീസന്റ് ആയി വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നു. അപ്പൊ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നായിരിക്കും. വാൺ ചെയ്തു എന്ന് അവൻ പറഞ്ഞെന്നാ പറഞ്ഞേ, സാർ ഇങ്ങനെ പേടിപ്പിച്ചു എന്നൊക്കെ. ഈ സംഭവത്തിന് ശേഷം ഈ റാം എന്ന് പറയുന്ന ആള് പ്രതികരിച്ചോ? അയാൾ അവിടെ ചിരിച്ചുകൊണ്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ. ഇവൻ മരിച്ചതിന് ശേഷം അയാൾ അവിടെ ചിരിച്ചുകൊണ്ട് നിപ്പുണ്ടെന്ന്. അപ്പൊ പൂർണ്ണമായിട്ടും അയാൾക്ക് വിശ്വാസമുണ്ട് അയാൾ ഇതില് പെടില്ല. അതെന്താന്ന് വെച്ചാൽ ഇവര് കാഷ്വാലിറ്റി. കേട്ടല്ലോ നിങ്ങൾ അമ്മ പറയുന്നത്, ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരു പരനാറി, അതാണ് രാം സാർ. ഇല്ലെങ്കിൽ അവനൊക്കെ കാരണം ഒരു പയ്യൻ അവൻ്റെ ജീവിതം സ്വയമേ വെടിഞ്ഞു, എന്നിട്ടും അവൻ്റെ ശരീരത്തിന് മുമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കാൻ ഇവനെ പോലുള്ള കഴുകന്മാർക്ക് എങ്ങനെ പറ്റുന്നു? ഇവനെയൊക്കെ സാറേ എന്ന് വിളിക്കണോ? നിങ്ങൾ പറ. ഞാനെന്താ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കാത്തതെന്നറിയോ? എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാത്തത് എല്ലാം ആ അമ്മ പറയുന്നുണ്ട്, ഇല്ലേ? എല്ലാം അമ്മ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഇനിയും സിദ്ധാർത്ഥൻ്റെ സോറി നമ്മുടെ നിതിൻ്റെ അച്ഛനോ അമ്മയോ ആരും പറയേണ്ട കാര്യമില്ല. കാരണം നിതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അവളുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം. നിതിൻ അവൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, അല്ലെങ്കിൽ നിതിൻ്റെ വീട്ടുകാർ മകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ചില ആളുകൾ എന്തിനാ ഈ റാം എന്ന് പറയുന്ന മോൻ തന്നെ പറയും, വെറുതെയാ, ചുമ്മാതാ, അധ്യാപകരുടെ സംഘടന ഇറങ്ങും, വെറുതെ ആ ചെറുക്കൻ അങ്ങനെയായിരുന്നു, അവൻ ഇങ്ങനെയായിരുന്നു, അവൻ വേറെ പല സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ ചുമ്മാ ഓരോന്ന് ഉപയോഗിച്ചതിൻ്റെ പുറത്ത് വീട്ടിൽ വിളിച്ച് പറഞ്ഞതായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഇവർ വാദിക്കാം. പക്ഷെ ഇവിടെ ഇനി വാദിക്കാൻ ഒന്നുമില്ല. ഇവിടെ ഇനിയില്ലെങ്കിൽ പറഞ്ഞു കളയാം, ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വല്ല അസുഖമാണെന്നും ആ പെൺകുച്ചിൻ്റെ ഭ്രാന്താണെന്നും
വേണമെങ്കിൽ അതും ചെയ്യും. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത്രയൊക്കെ ഒരു മോൻ, അധ്യാപകൻ എന്ന് പറയുന്ന ഒരു മോൻ ചെയ്തിട്ട് അവനെ എന്തായിരിക്കും ഇവിടുത്തെ നിയമം ചെയ്യാൻ പോകുന്നത്? എനിക്കതാണ് ചോദിക്കാനുള്ളത്. എനിക്ക് വേറൊന്നും അറിയേണ്ട കാര്യമില്ല. എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇവനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നെഞ്ചത്തോട്ട് ഇവിടുത്തെ നിയമം കുതിര കയറാൻ വരാമുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ കേൾക്കാം. നമുക്ക് ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം. എന്റെ മോളും വേറെ കൂട്ടുകാരത്തെയും കൂടെ അറിഞ്ഞ പാടെ ഇവര് കാഷ്വാലിറ്റിയിലേക്ക് ഓടി. ബാക്കി കുറെ പേര് ഹോസ്റ്റലിലേക്ക് പോയിരുന്നു. അപ്പൊ ഇവര് ഈ സീനിയേഴ്സ് ഇവരെ ഡെന്റൽ ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അവിടുന്ന് അറിഞ്ഞിട്ട് ഇവര് ഓടി കാഷ്വാലിറ്റി ചെന്നപ്പോഴേക്ക് ഇയാൾ അവിടെ അങ്ങനെ ചിരിച്ചോണ്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ആ ബോഡി അവിടെ കൊണ്ട് കാണിക്കാൻ വെച്ചിട്ട് ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു വ്യക്തികളും ആ ബോഡി കാണാൻ വന്നിട്ടില്ല. ടീച്ചേഴ്സ്, ഈ റാംസാറ്, സംഗീത മേഡം, അവരൊക്കെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരാ, ഡെന്റൽ അനാട്ടമി. അവരൊറ്റ ഒരുത്തര് വന്നിട്ടില്ല ആ ബോഡി കാണാൻ. അതുപോലെ മറ്റേ അപ്പുറത്തുള്ള മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സ് എല്ലാം വന്നു എന്ന് പറഞ്ഞു. സീനിയേഴ്സ് കാരണം ഉണ്ടായിട്ടല്ലേ അവര് വരാത്തത്. അതെ അതെ അതെ. പിന്നെ സീനിയേഴ്സിന്റെ ഉപദ്രവം കാരണമാണ് അവൻ 1 മാസം വീട്ടിൽ പോയി നിന്നേന്ന് പറഞ്ഞേ. എന്നിട്ട് ഈ പേരൻസ് നേരിട്ട് കാരണമുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരിയെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തിരി കുത്ത് തോന്നിക്കാണും, മനസാക്ഷി കുത്ത്. മനസ്സിലായില്ലേ? ഒരു പയ്യനെ ഇല്ലാതെ ആക്കി, അവൻ്റെ ജീവിതം തുലച്ചു, അവൻ്റെ കുടുംബത്തിന് നഷ്ടം, ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത അധ്യാപകർക്ക് വന്ന് അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പറ്റും. രാമിനെ പോലുള്ള മക്കൾക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് കണ്ട പെൺകുട്ടി അവളുടെ അമ്മയെ വിളിച്ച് പറഞ്ഞതാ, ഞാനായിട്ട് പറയുന്നതല്ല. മനസ്സിലായോ? എന്നിട്ട് അവനെയൊക്കെ അധ്യാപകൻ സാറെന്ന് വിളിക്കണം അല്ലേ? ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കുറച്ച് കേൾക്കാം. കോളേജിൽ ചെന്ന് ഇതിനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? അവന്റെ ചേച്ചിയൊക്കെ വന്നായിരുന്നു. ഭയങ്കരമായിട്ട് ടോർച്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് പിള്ളേരെ നമ്മളിപ്പോ എത്ര നല്ല കുട്ടികൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന അവിടെ അതിലും വേദം പിള്ളേരെ ഇപ്പോഴും മയക്കുമരുന്ന് കൊടുത്ത് ശീലിപ്പിക്കുന്നേ. അവരതിനങ്ങ് അഡിക്റ്റ് ആയി. ഇത് സ്വഭാവമുള്ളവർക്ക് പറ്റത്തില്ല മുന്നോട്ട് പോകാൻ പറ്റൂല. ഞങ്ങളൊക്കെ ഇതറിഞ്ഞ് ഇന്നൊക്കെയാണ് ഓരോരുത്തർ കമന്റ് ഒക്കെ ഇടുമ്പോഴാണ് ദൈവമേ ഇതുപോലത്തെ വലിയൊരു കുഴിയിലാണോ പോയി ചാടിയെന്ന് അറിയുന്നത്. എങ്ങനെ 5-6 വർഷം തയ്ക്കൂന്ന് ഓർത്തിരിക്കുക. 5-5.5 ലക്ഷം രൂപ ഇപ്പൊ തന്നെ മുടക്കി കഴിഞ്ഞു ഫസ്റ്റ് ഇയറിന് തന്നെ. എന്നിട്ട് നമുക്ക് പേടി, പിന്നെയും പേടി, എങ്ങനെയെങ്കിലും പിള്ളേര് ജീവനും കൊണ്ട് വന്നാ മതി എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ഈ അധ്യാപകൻ നിങ്ങളോടൊക്കെ എങ്ങനെയാ പെരുമാറ്റം? പേരൻസിനോട്? പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. പേരൻസ് മീറ്റിംഗില് ഞങ്ങള് ചെന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം വൈകിപ്പോയി. അപ്പോഴത്തേക്ക് ഇയാള് പോയായിരുന്നു. രാവിലെ ചെന്നവരെടുത്ത് എന്താ പേപ്പറൊക്കെ എടുത്ത്, ഈ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഇറങ്ങി പോന്നാ പറയുന്നത് പിള്ളേരോട്. പിള്ളേരെ പറയാത്ത ഒന്നുമില്ലെന്നാ പറഞ്ഞേ. എന്റെ മോൾ എന്നോട് പറയുന്നത് എന്തെന്നറിയോ? ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചെന്നത്, ഞാനും അവളുടെ അച്ഛനും കൂടെ. നിങ്ങളൊന്നും പറയില്ലേ, റാംസാർ അതും ഇതൊക്കെ പറയും, നിങ്ങളുടെ വായിന്ന് ഒന്നും മിണ്ടരുത്, നിങ്ങളത് കേട്ടോണ്ടേ വരാവുള്ളൂ, ഒരക്ഷരം പറയരുത്, പറഞ്ഞ സാറ് എന്നെ അവിടെ കോളേജിലിട്ട് ടാർഗറ്റ് ചെയ്യും, ഒന്നും മിണ്ടല്ലേ എന്നാ പറയുന്നേ. ഞങ്ങള് മാനസിക പീഡനമാണ് പിള്ളേർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരാളിങ്ങനെ ഒരു കുറെ ആൾക്കാരുടെ സമൂഹത്തിൽ കിടന്ന് ഇങ്ങനെ അപമാനിക്കുമ്പോഴേ അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകൂല. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് ഓഫീസിലേക്ക് പോണെന്ന് ഇവരുടെ കൂട്ടുകാരത്തിനോട് പറഞ്ഞായിരുന്നു. പഠിക്കാൻ പോകുന്ന സ്ഥലത്ത്, സമാധാനത്തോടെ ഇരിക്കേണ്ട സ്ഥലത്ത്, അവിടെ ആ കുട്ടികൾ പേടിച്ചു വിറച്ചാണ് ഇരുന്നു കൊണ്ടിരുന്നത്. ഒരു പാരൻസ് മീറ്റിംഗ് വന്ന പാരൻസിനോട് പോലും പറഞ്ഞിട്ടേ കൊണ്ടുവരാൻ പാടുള്ളൂ. അമ്മേ അല്ലെങ്കിൽ അച്ഛ, അവരെന്തെങ്കിലുമൊക്കെ പറയും, നിങ്ങൾ ഒന്നും മിണ്ടാൻ പോകരുതേ, മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയി കഴിയുമ്പോൾ ഞങ്ങളെ അങ്ങോട്ട് വറക്കുവന്മാര്, അങ്ങോട്ട് കുറയ്ക്കും, മാർക്കേ. ആ പിള്ളേരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചേ. പെൺകുട്ടികളെ മനസ്സിലാക്കാം, അവർക്കൊരു പരിധിയിൽ കൂടുതൽ. ഇന്നത്തെ കാലത്ത് പെണ്ണെന്നോ ആണെന്നോ ഒന്നും ഇല്ല കേട്ടോ, അത് പറയുന്നതേ തെറ്റാ. റിയാക്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ചെകളം നോക്കി കൊടുക്കുക, അതിനകത്ത് ഒരു തെറ്റും ഇല്ല. ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുന്ന അത് ആരും ആയിക്കോട്ടെ, പ്രിൻസിപ്പൾ ആയിക്കോട്ടെ, അധ്യാപകനായിക്കോട്ടെ, കോടയതമ്പരാനാണെങ്കിലും തെമ്മാടിത്തരം, അത് ഇതുപോലത്തെ ഒരാളുടെ ജീവൻ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവനെ പൂജിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? നമ്മളും ഒക്കെ കോളേജിലൊക്കെ പോയതാ,
നമുക്കൊക്കെ ഉണ്ടായിരുന്ന അധ്യാപകര് ഇങ്ങനത്തെ തമ്മാടിത്തരമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഇന്നലെ കൂടെ വിളിച്ചേ ഉള്ളൂ ഒരു അധ്യാപകൻ. അത്രയ്ക്കും കണക്റ്റഡ് ആയിരിക്കും. ഇതൊക്കെ എന്തുവാ ഇന്നത്തെ കാലത്ത് നടക്കുന്നത്? ഇങ്ങനെയുള്ള തെമ്മാടികളാണ് അധ്യാപകന്മാരായിട്ടിരിക്കുന്നതെങ്കിൽ അവന്മാരെ വകവെക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടെ നിങ്ങളൊന്ന് കേട്ടോ. അപ്പൊ ഇന്നലെ പോയോ ഇല്ലയോ, എന്തിനാണ് പോയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പോയോന്നും അറിയത്തില്ല ഇവർക്കാർക്കും. ഞാൻ ക്ലാസ് ഇന്നലെ 2 മണി വരെ ഉണ്ടായിരുന്നു. ഇന്നായിരുന്നു പിന്നെ ഡെന്റൽ അനാട്ടമിന്റെ പരീക്ഷ പറഞ്ഞിരുന്നേ. ഇന്നലെ 2 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഓഫീസിലും പോണം എന്നാണ് ഇവൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അവസാനമായിട്ട് ഇതിനെ കുറിച്ച് ഒരു സൂചനയൊന്നും തന്നില്ല? അല്ല, ഓഫീസിൽ പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ CCTV അവിടെ ഉണ്ടല്ലോ. ഓഫീസിൽ പോയെന്നൊന്നും ഇവർക്കറിയില്ല എന്ന് പറഞ്ഞു. അവിടെ ഡ്രഗ്സ്, ഇപ്പൊ അവരുടെ അച്ഛൻ പറയുന്ന പോലെ ഡ്രഗ്സും എല്ലാം ഉണ്ട്. അത് അവിടെ തോട്ടക്കാര് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മീറ്റിങ്ങിന് ചെന്നപ്പോ ടീച്ചേഴ്സും പറഞ്ഞു ഇവിടെ കിട്ടാത്ത സാധനം ഒന്നുമില്ല, പിള്ളേര് ചീത്തയാവേണ്ട എല്ലാ സാധനവും ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാന്ന് കുറച്ച് ടീച്ചേഴ്സ്, നല്ല ടീച്ചേഴ്സ് ഞങ്ങളടുത്ത് പറഞ്ഞു. ഇങ്ങനെ ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് പാരന്റ്സ് എല്ലാം കൂടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമോ? അതിന് പാരന്റ്സ് ആർക്കും അറിയില്ല. ഒരു ഗ്രൂപ്പ് പോലും ഇല്ല പാരന്റ്സിന്. പരസ്പരം നിങ്ങൾക്ക് സഹകരിക്കാനുള്ള ഒരു വഴിയെ ഉണ്ടാക്കിയിട്ടില്ല അവര്? ഇല്ല, പാരന്റ്സ് ആർക്കും അറിയത്തില്ല. മതി, കൂടുതൽ ഞാൻ ഇനി കേൾപ്പിക്കുന്നില്ല. ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഇതുപോലുള്ള ചില അധ്യാപകന്മാർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന്റെ പുറത്താണ് ഇവനൊക്കെ ഈ കാണിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണേ. പിടികിട്ടിയോ? പിന്നെ വേറൊരു കാര്യം, ഈ പയ്യൻ ഇവൻ സ്വയം ജീവൻ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഇവൻ പോയിട്ടുണ്ടോ ഓഫീസ് റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവൻ എന്താണ് സംഭവിച്ചത്? അതാണ് ഇനി അറിയേണ്ടത്. പിടികിട്ടിയോ? ഇവനോട് ചെയ്ത ക്രൂരതകളൊക്കെ എന്തായാലും നമ്മൾ പറഞ്ഞല്ലോ. അവനോട് നല്ല വൃത്തിക്ക് ആ അധ്യാപകനും അവിടുത്തെ സീനിയേഴ്സും കൂടെ ഉണ്ടായിരുന്ന ആൺകുട്ടികൾ പോലും, അവൻ ഒറ്റയ്ക്കൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് സിക്ക് റൂമിൽ. അവൻ്റെ അവസ്ഥ മെന്റലി അവൻ എന്തായിരിക്കും അനുഭവിച്ചിരുന്നത്? ഇങ്ങനെയൊക്കെ അവനെ അനുഭവിപ്പിച്ച ആളുകൾ ഒന്നും രക്ഷപ്പെടരുതെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കേരളമാണ്, അതുകൊണ്ട് തന്നെ എന്താവുമെന്ന് അറിയത്തില്ല. ഈ റാമെന്ന് പറയുന്ന മോനെതിരെ ഇതിൽ കൂടുതൽ വലിയ തെളിവ് ആവശ്യമുണ്ടോ? ഇതിൽ കൂടുതൽ വലിയ തെളിവൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവനെ വല്ലതും ചെയ്യുമോ? ഇനിയിപ്പോൾ CCTV-യിൽ ആ പയ്യൻ ഓഫീസിലേക്ക് പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നേരം അതൊക്കെ കളഞ്ഞിട്ടുണ്ടായിരിക്കും, ഇല്ലേ? പോലീസ് അന്വേഷിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അന്വേഷിച്ച് ഈ റാമിനെ പോലുള്ള തെമ്മാടികളായിട്ടുള്ള അധ്യാപകരെ എടുത്ത് പുറത്ത് കളയണം എന്നൊരാഗ്രഹമുണ്ട്. കേരളത്തിലെ പോലീസുകാർ, ഇവിടുത്തെ നിയമ സംഗതികൾ അറിയില്ല എന്താകുമെന്ന്. പ്രാർത്ഥിക്കാം ആ പയ്യൻ്റെ ആത്മാവിന് വേണ്ടി. ഇനിയും ഇങ്ങനെ ഒരു വ്യക്തി, മറ്റേ ആ പയ്യൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതാ, വെറ്റിനറി ഡോക്ടർ, വീണ്ടും നടന്നുകൊണ്ടേ ഇരിക്കുക ഓരോ വർഷം തോറും. കേരളമായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ ഒരു പരിധിയിൽ കൂടുതൽ പറ്റുന്നില്ല. എങ്കിലും അത് പറഞ്ഞാണ് ഇപ്പോൾ സമാധാനിക്കുന്നത്. നാളെ ഇങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.